വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ ഓരോ ക്ലാസ് പീരീഡും ഉണ്ടായിരുന്നത് 3/4 മണിക്കൂറാണ്. ഇത് 3/4 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് കൊണ്ട് ഷുവറാണ് ഇത് പ്രാബല്യത്തിൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷെ എന്തായാലും ഈ ഒരു അക്കാദമിക് ഇയർ വരുമോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. ഈ അക്കാദമിക് ഇയർ വന്നിട്ടില്ലെങ്കിൽ അടുത്ത അക്കാദമിക് ഇയറിലേക്ക് അത് എന്തായാലും വരും. ബിക്കോസ് SCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പരിഷ്കരണം നടത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം മുതൽ പുതിയ പരിഷ്കരണം നടത്തിയ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കേണ്ടി വരിക. സോ അതുകൊണ്ട് ഈ ഒരു പുതിയ, അതായത് 1 മണിക്കൂർ ക്ലാസ് പീരീഡ് ആക്കിയിട്ടുള്ള ഈ ഒരു സിസ്റ്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ബേസിക്കലി അഡ്വാൻറ്റേജ് തന്നെയാണ്. ബിക്കോസ് 3/4 മണിക്കൂർ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ചാപ്റ്റർ കവർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് 1 മണിക്കൂറിലേക്ക് കൂടുന്ന സമയത്ത് ചാപ്റ്റർ കുറച്ചുകൂടി മൂവ് ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സിന് പറ്റും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ടീച്ചർ, നമ്മൾ 3/4 മണിക്കൂർ ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കുന്നത് 1 മണിക്കൂർ ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഉറക്കം വരാനൊക്കെയുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കാം. പക്ഷേ ബേസിക്കലി നമ്മളിത് നോക്കുന്ന സമയത്ത് ഈ ഒരു പരിഷ്കരണം ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. എന്നാലും ഇതിന് കുറേ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചേഴ്സ് ഇത് സമ്മതിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. ബിക്കോസ് ഒരുപാട് സീനിയർ ടീച്ചേഴ്സ് ജൂനിയർ ആകേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. സോ അതുകൊണ്ട് ഈ ഒരു പരിഷ്കരണം നടപ്പാക്കുമോ ഇല്ലേ എന്നുള്ളത് ഉറപ്പല്ല. എന്നാലും ഇങ്ങനൊരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വന്നിട്ടില്ലെങ്കിലും അടുത്ത തവണ, ഇത്തവണ +1 പഠിക്കുന്ന കുട്ടികൾ അടുത്ത തവണ +2 എത്തുമ്പോഴേക്ക് ഈ ഒരു പരിഷ്കരണം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് തോന്നുന്നത് എന്ന് കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം.